അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കുമല്ലോ. Let's read 1 Peter chapter 4 verse 1 to 3. 4-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായി ഇന്ന് പകൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രാരംഭമായി 1-2 വാക്യങ്ങൾ ദയവായി വായിക്കുമല്ലോ. Amen. Amen. Please read first 2 verses in English also. Therefore, since Christ suffered in his body, arm yourselves also with the same attitude, because whoever suffers in the body is done with sin. As a result, they do not live the rest of their earthly lives for evil human desires, but rather for the will of God. ഇനി ശേഷിക്കുന്ന കാലം എങ്ങനെ ജീവിക്കണം എന്നാണ് ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. What we see here is how do you live the rest of your lives? How to spend the rest of your life, rest of your time. That's the heading of this message. God willing, we will continue on that same topic for a couple of days. 4-ാം അധ്യായത്തിൽ നാം ഇനിയും നമ്മുടെ മുമ്പിൽ ഇനിയും ശേഷിക്കുന്ന കാലഘട്ടം എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പല കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. In chapter 4 what we see here, how do you spend the rest of your life? And that's what we see here. നമ്മുടെ ഇടയിൽ 2 മാസമായ കുഞ്ഞു മുതൽ 70-75 വയസ്സ് വരെയൊക്കെ ഉള്ളവർ നമ്മുടെ മധ്യത്തിലുണ്ട്. In our church we have kids from about 2 months to all the way from people who are in their 70s. ഇനി എത്ര കാലം മുമ്പിലുണ്ടെന്നൊന്നും നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. We don't know how much time is ahead of us. കഴിഞ്ഞ ദിവസം ജോൺ ഡേവിഡ് പാസ്റ്റർ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെക്കുറിച്ച് 60, 65, 70 ഒക്കെ കഴിഞ്ഞവരെക്കുറിച്ച് പറഞ്ഞു, ഇതുവരെ വന്നതിൻ്റെ അത്രയും ഇനിയും കാണത്തില്ലെന്ന്. Pastor John David in the last when the fasting prayer, he said that, you know, for people, especially towards people who are in their 60s or 70s, that there are less days ahead of us than are behind us. ഇനിയുള്ള കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ കാലഘട്ടം കൊണ്ട് ജീവിക്കാൻ വേണ്ടി, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നന്നായിട്ടങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള കാര്യം. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര കാലമുണ്ട്, അത് ദൈവവചനപ്രകാരം ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നമുക്ക് ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രാപിക്കുവാനും കഴിയട്ടെ. The kids have a lot more time ahead of us, and so for them it's like how to live for that time ahead of us, and for the older people is how to live the time that we have ahead of us, but more towards in a more very godly manner. നമ്മുടെ ജീവിതത്തെ 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചാൽ, 1 രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം, 2 രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടം. അങ്ങനെ 2 ആയിട്ട് മനുഷ്യ ജീവിതത്തെ തിരിക്കുവാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിക്കുവാനായിട്ട് കഴിയും. For us born again believers, we can turn or divide our lives into 2 stages, where before we were born again and after we were born again. നാം മുമ്പ് ജീവിച്ച കാലഘട്ടം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച കാലഘട്ടം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. The time before we were saved, it was a time we were buried in sin. പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അറിയായ്മയുടെ കാലഘട്ടമായിരുന്നു അത്. When we talk about how Paul would say it, it was a time when we did not know any better. പത്രോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുക. So when you're talking the name how Peter would have said it, was like we were in darkness and we were brought into this wonderful light. എന്നാൽ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി നാം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തതോടുകൂടി ജീവിതത്തിന് മാറ്റം സംഭവിച്ചു. After we accepted Jesus as our wonderful Savior, and you know, there was a big difference in our life. നാം ഇന്ന് ദൈവരാജ്യത്തിലാണ്. Now we are in the kingdom of God. നമ്മുടെ ഏക ഉദ്ദേശം നമ്മുടെ രാജാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. Our one goal in life is to make our God happy. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക,
അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. To search for God's kingdom, that is our number one goal in life. നാം രക്ഷിക്കപ്പെട്ടെങ്കിലും ആത്മാവിന് രക്ഷ വന്നുവെങ്കിലും ശരീരം അതേ ശരീരത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. Even though our spirit got saved, we're still living in the same body. നാം ഈ പാപപങ്കുലമായ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. We're living in this world of sin. എന്നാൽ ഈ കാലഘട്ടം, ഇനിയുള്ള കാലഘട്ടം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എങ്ങനെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അതായി ഈ അധ്യായത്തിൽ നാം കാണുന്നത്. So what we see in this chapter is how do we live our life ahead of us after we have got saved. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ജീവിതമാണ് മനുഷ്യ ജീവിതം. When we talk about the life of a human being, it is very fleeting. നിഴൽ പോലെ വേഗം മാഞ്ഞു പോകുന്ന ജീവിതം. It is a life that vanishes just like a shadow. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഇയ്യോബ് പറഞ്ഞത്, ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു, അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. When we look at Job chapter 14 verses 1-2, we see that mortals born of woman are a few days and full of trouble. They spring up like flowers and wither away, like fleeting shadows, they do not endure. ആരോ പറഞ്ഞതുപോലെ ലൈഫ് ഈസ് ലൈക്ക് എ ഡോളർ ബിൽ ആൻഡ് വി ക്യാൻ യൂസ് ഇറ്റ് എനി വേ ദാറ്റ് വി വാണ്ട്, but we can use it only once. Like someone said before, life is like a dollar bill. We can use it any way we want, but we can use it only once. അത് ജീവിതത്തോടുള്ള ബന്ധത്തിലും വളരെ അന്വർത്ഥമാ. നമ്മുടെ ഈ ജീവിതം, ചെറിയ ജീവിതം, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, എങ്ങനെയും യൂസ് ചെയ്യാം. ഒരേ ഒരു ജീവിതമാണ് അത്. നന്നായി ജീവിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുക. It is a good analogy for our life. It is, we can live our life any way we want, but it is only one life that we have. ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമോ, അതോ നമ്മെ തന്നെ പ്രസാദിപ്പിക്കണമോ, അതോ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കണമോ എന്നുള്ള കാര്യം നാം തന്നെ തീരുമാനിക്കണം. We have to decide with this life, do we please God, do we please ourselves, or do we please others? പൗലോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. So like Paul said, that if we try or spend our lives trying to please others, we won't be able to please God. നാം കടന്നു വന്നിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. We are in a very, very dangerous time. എഫെസ്യ ലേഖനം 5:16-17 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ ഓർപ്പിച്ചു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. What we see in Ephesians, Paul says, Ephesians 5:16-17, making the most of every opportunity because the days are evil. 17 വാക്യത്തിൽ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. And in 17 we see, therefore do not be foolish, but understand what the Lord's will is. ഇവിടെ പത്രോസ്ലീഹായും അത് തന്നെയാണ് ഓർപ്പിക്കുന്നത്, സമയം ചുരുക്കമാണ്. So the same thing is what Peter is telling us, time is short. അനേക വാക്യങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ പത്രോസ്ലീഹ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. In the same here, we see that Peter talks about time in many different verses. 1:5, 1:11, 1:17, 1:20, 4:2, 3, 4:17, 5:6, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സമയത്തെക്കുറിച്ച് പത്രോസ്ലീഹ ഈ അധ്യായങ്ങളിൽ ഓർപ്പിച്ചിട്ടുണ്ട്. In many verses across this chapter, Peter reminds us of how about time. നമുക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട്, വേസ്റ്റ് ചെയ്യുവാനായിട്ട് സമയം മുമ്പിലില്ല. We don't have a lot of time to waste in front വളരെ of us. ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. We only have a very short time ahead of us. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ആവശ്യമായ ദൂത പത്രോസ്ലീഹ ഇവിടെ നൽകുന്നത്. What Peter is trying to tell us is to, whatever time we have in front of us, to renew your mind and live in a saved manner. ഏറ്റവും വിലപിടിപ്പുള്ള കമോഡിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ സമയമാണ്. We can see that the most valuable asset that we have is our time. ഒരുപക്ഷെ പണത്തേക്കാൾ വിലപിടിപ്പുള്ളത് സമയത്തിനാണ്. So we can also say that maybe it is even more valuable than money. In fact, time is money. നമുക്കില്ലാത്തത് സമയമാണ്. What we don't have is time. നമുക്ക് മറ്റെല്ലാം ഉണ്ട്, പണമുണ്ട്, മറ്റു കാര്യങ്ങൾ അത്യാവശ്യമുള്ളതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നിനും സമയമില്ല, സമയം തികയുന്നില്ല. We have time and we have a lot of other things, but what we don't have is time. We don't have time for anything.
സമയമില്ലാത്തതല്ല, സമയം എല്ലാവർക്കും ഒരുപോലെയാ. എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. Everybody gets time. It's not that they don't have time. നാം അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. But our main topic, or what we're thinking about today, is how do we use that time? നമ്മുടെ ഈ 24 മണിക്കൂറിൽ നാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഏറ്റവും അധികം സമയം നാം ചിലവാക്കുന്നത്? അതാണ് നമ്മുടെ പ്രയോറിറ്റി. Our priority is, the 24 hours that we have. How do we prioritize that time? How do we use that time? ജീവിതത്തിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് നാം സമയത്തെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യുന്നത്? How do we recognize this, and how do we prioritize that time, or how do we schedule it? സമയത്തെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ഒക്കെ എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് കഴിയും? How do we balance the spiritual things and then the worldly things how do we prioritize that with the time that we have? ഏറ്റവും നന്നായി സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ജീവിച്ചത് നമ്മുടെ കർത്താവാ. When we look at it, we see that Christ was the one who actually prioritized and lived and made sure that he balanced his time in a really good way. അതുപോലെ നമുക്ക് പ്ലാൻ ചെയ്ത് ആ കൃത്യ സമയത്തിന് ഉള്ളിനകത്ത് ദൈവം ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് പൂർത്തീകരിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ എനിക്കറിയില്ല. എന്നാൽ അതിനുവേണ്ടി ശ്രമിക്കാൻ ആ ദൈവാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നത്. Maybe, are we able to prioritize the time in a way that Christ did? Maybe not, but our goal is to try to be like Christ and prioritize the time in a similar way. യേശു കർത്താവ് അതിരാവിലെ സമയം വേർതിരിച്ചത് പിതാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാ. What Jesus did, like early in the morning, what he did, he put aside time to communicate with his Father. മർക്കോസ് 1:35 നാം അത് വായിക്കുന്നുണ്ട്. യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. What we see in Mark 1:35, it says, very early in the morning, while it was still dark, Jesus got up, left the house, and went off to a solitary place where he prayed. നമുക്കും അവിടെ തന്നെ തുടങ്ങാം. We need to also start at the same place. അല്പം നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലൊന്ന് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ, അന്ന് പകലത്തെ എല്ലാ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം. Let us also start our day in a similar manner, to wake up a little early, to pray to God and dedicate our life, the day that we have ahead of us, to God, and start that day in that manner. യേശു കർത്താവ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പിതാവിൽ നിന്ന് അറിഞ്ഞിട്ട് ഗൈഡൻസ് വാങ്ങിച്ചിട്ട് അതിനനുസരിച്ച് അന്ന് പകലത്തെ ശുശ്രൂഷ ക്രമീകരിക്കുക. Jesus, what he does is that he prayed to God and got guidance from God, and he was able to prioritize the day with the guidance that he received from God. ദൈവത്തിങ്കൽ നിന്ന് കേൾക്കുക മാത്രമല്ല, ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ, അങ്ങോട്ട് തൻ്റെ ആഗ്രഹങ്ങൾ, അന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞ് ആ കാര്യങ്ങളിലും ദൈവവുമായിട്ട് ഒരു ക്രമീകരണത്തിലായി. It was not just a one-way communication where God was giving guidance, but at the same time Jesus was able to give God and tell God what he wanted out of that day and get that guidance from God. ഒന്നാമത് ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. The way is that to solidify our relationship with God and then move on to other things in life. അതിനുശേഷം യേശു നേരെ ജനത്തിന്റെ നടുവിലേക്കാണ് കടന്നു പോകുന്നത്. And after that, what Jesus did, he just goes out and does his way where he goes out to the people. യേശുവിന് മറ്റുള്ളവരൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, ആവശ്യത്തിലിരിക്കുന്നവർ, കഷ്ടമനുഭവിക്കുന്നവർ, അവരൊക്കെ യേശുവിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. For Jesus, the people who were in trouble, people who had needs, friends and family, everybody was important to Jesus. തിരക്ക് കാരണം അങ്ങനെയുള്ളവരെ ഒന്നും അവോയ്ഡ് ചെയ്തില്ല യേശു കർത്താവ്. Even though he was busy, he never avoided these people. ശിഷ്യന്മാരോടും മറ്റുള്ളവരോടും ഒക്കെ ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്തു യേശു. He spent a lot of quality time with his disciples and his family. പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ നൽകി. He gave people who had no hope. രോഗികളെ സൗഖ്യമാക്കി ആശ്വാസവും സമാധാനവും നൽകി ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവരെ അറിയിച്ചു. He was able to heal the sick, proclaim the word of God, and promote peace in the world. മർക്കോസ് 1 തന്നെ 38 വാക്യത്തിൽ പിതാവ് ഏൽപ്പിച്ച ദൗത്യം ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്തു. മറ്റുള്ളവരോടും മറ്റ് സ്ഥലങ്ങളിലോട്ടും സുവിശേഷം പറയുവാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം. ആ വാക്യം 38 നോക്കിയേ. അടുത്ത ഊരുകളിലും
പ്രസംഗിക്കേണ്ടതല്ലയോ? അവിടേക്ക് പോക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുക. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതാണെന്ന് തിരിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തി ആ ശുശ്രൂഷ യേശു കർത്താവ് ചെയ്തു. So Jesus, what he did was in verse 38 in Mark 1, we see that Jesus replied, let us go somewhere else to the nearby villages so I can preach there also. That is why I have come. So after finishing the duty that God had assigned him in the one village, what he did was he moved on to the next village to do the same thing. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മറ്റുള്ള ഫാസ്റ്റിംഗ് പ്രയർ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, പ്ലാന് തിരിച്ചറിയാൻ വേണ്ടി നാം ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. You know, the other day during fasting prayer, you know, we heard that how to understand what God's plan for us, we need to spend our time to understand it. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യമല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും പൂർണ്ണസമയ ശുശ്രൂഷ ചെയ്യുന്നവരും സുവിശേഷം അറിയിക്കുന്നവരുമല്ല. നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നുള്ള ഒരു ഉറപ്പ് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ വാങ്ങിക്കണം. The mission that God has assigned for me is not the same mission that God has assigned for you. For you to understand that you need to pray and understand and get that the revelation from God to see what is the mission that God has assigned for you. നമുക്ക് ഏറ്റവും അധികം സ്ട്രഗിൾ ഉള്ള ഒരു ഏരിയ നമ്മുടെ വർക്കിംഗ് ഏരിയയാ. One area that we struggle the most is our workplace. നമുക്ക് ഫുൾ ടൈം പാസ്റ്ററൽ മിനിസ്ട്രിയും സുവിശേഷീകരണവും മാത്രമല്ല, കുടുംബത്തെ പോറ്റുവാനുള്ള ഉത്തരവാദിത്തം കൂടെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. Not just to proclaim the word of God, another mission that God has assigned us to feed our family and take care of them. ദൈവവചനം അതിനെതിരല്ല, പക്ഷെ ജോലി ഒരു ഐഡലായി മാറരുത്. But you know, understand that the word of God is not against it, but make sure that our career or our job does not become our idol that we chase after. നാം എന്ത് ചെയ്താലും അത് മനസ്സോടെ ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. No, whatever we do, we need to dedicate for that and do it fully, wholeheartedly. കൊലോസ്യ ലേഖനം 3:23 പൗലോസ് ഓർപ്പിക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം, അതിനകത്ത് സുവിശേഷ വേലയുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമുണ്ട്, കമ്പ്യൂട്ടർ ഫീൽഡിലുമൊക്കെ പ്രോഗ്രാമിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ട്. ഏത് ഏരിയയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം, എന്തോ അടുത്ത വാക്ക്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. And just like Paul says in Colossians, that whatever you do, dedicate to that, not just for people, but just like you were doing for God. നാം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയണം. അത് മനസ്സോടെ ചെയ്യുവാനായിട്ട് കഴിയണം. അതിലൂടെ കർത്താവിനെന്ന പോലെ ചെയ്യുന്ന ഏത് മേഖലകളിലും ഏത് ഏരിയകളിലും സന്തോഷത്തോടെ നമ്മുടേതായ വർക്ക് ചെയ്യുവാനായിട്ട് കഴിയട്ടെ. No matter what work we do, whatever we do in our career or workplace, let us be able to do it wholeheartedly, just like we were doing it for God, not just for men. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ഏൽപ്പിച്ച വർക്ക് മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം വർഷിപ്പിനും പ്രാധാന്യം കൊടുത്തു. But Jesus, when we look at it, he not only did he do the work that he was assigned to do wholeheartedly, but he also was able to do the work for worship. റിപ്പീറ്റഡ് ആയിട്ട് തിരുവചനത്തിൽ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത്, യേശു ദേവാലയത്തിൽ കടന്നു, തിരുവചനം വായിച്ചു, രോഗികളെ സൗഖ്യമാക്കി, സുവിശേഷം അറിയിച്ചു. ആരാധന യേശുവിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമായിരുന്നു. When we look at Jesus, we see that Jesus spent his time at church, read the word, healed people, and also worshiped, and that was one thing that he was not willing to give up. യോഹന്നാൻ 18:20 യേശു മഹാപുരോഹിതനോട് പറഞ്ഞത്, പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. John 18:20. In John 18:20, he said, I have spoken openly to the world. I have always taught in synagogues or at the temple where all the Jews come together. I said nothing in secret. പുറത്തു മാത്രമല്ല, അകത്തും ദേവാലയത്തിൽ യേശു സമയം കണ്ടെത്തി. Not just outside, but even in the worship at the church, he was able to find time for that. മറ്റെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് പോകാം, ആരാധനയ്ക്ക് സമയം കണ്ടെത്താം. അതായിരിക്കരുത്. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം വർക്കിനോടൊപ്പം.
That we should be able to find time for worship, not just as an afterthought where we think, oh, let us do all the things that we need to do and then find time for worship. But just like how you find priority for other things, we need to find priority to come to worship. വർക്കും വർഷിപ്പും മാത്രമല്ല, അല്പസമയമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൂടെ സമയം കണ്ടെത്തണം. Not just work and worship, but I was thinking you need to also find time to relax. അപ്പം നമ്മൾ ചോദിക്കും, യേശു കർത്താവ് അങ്ങനെ വെക്കേഷന് അങ്ങനെ പോയോ, റിലാക്സ് ചെയ്തോ, അല്ലെങ്കിൽ യേശു കർത്താവ് അങ്ങനെ ടൈം എൻജോയ് ചെയ്തതായിട്ട് വല്ലതും ഉണ്ടോ, ചിരിച്ചതായിട്ടും സന്തോഷിച്ചതായിട്ടും ഒക്കെ എവിടെയെങ്കിലും ബൈബിളിലുണ്ടോ എന്ന് നമുക്ക് സാധാരണ സംശയം വരാം. So in the same way, we might think, oh, did Jesus find time to enjoy, or did Jesus time to relax or have leisure? യേശു തമാശ പറഞ്ഞതായിട്ടോ ചിരിച്ചതായിട്ടോ ഒന്നും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. We don't read in the word where Jesus made a joke or he had a fun time or a vacation. എന്നാൽ യേശു കർത്താവിൻ്റെ മുഖം എപ്പോഴും പ്രസന്നമായിരുന്നു, ചിരിക്കുന്ന മുഖമായിരുന്നു, സന്തോഷമുള്ള മുഖമായിരുന്നു എന്ന് സംശയിക്കാൻ ഒരു വകയുമില്ല. But when we look at the Bible, we see that we can assume that Jesus had a very pleasing smile, very happy face, where he was very welcoming of others. എപ്പോഴും ദേഷ്യഭാവത്തോടെ ഗൗരവഭാവത്തോടെ ആയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലുള്ള ജോയനെ പോലുള്ള കുഞ്ഞുങ്ങളൊന്നും ആരും അടുത്തു വരത്തില്ലായിരുന്നു. യേശു ചിരിക്കുന്ന മുഖത്തോടെ അവരെയൊക്കെ കണ്ടതുകൊണ്ടും കുഞ്ഞുങ്ങളോടൊക്കെ ചിരിച്ച് കാണിച്ചത് കൊണ്ടുമൊക്കെയാ യേശുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വരാനിടയായി തീർന്നത്. I think it's safe to assume that Jesus did not have a very serious face. When we look at the Bible, we see that children came to Jesus, and if Jesus had a very serious face, they would not have come. He must have had a very pleasing smile, a very way in that children found attractive to come near to him. 365 ദിവസവും ജോലിയും വേലയുമായിട്ട് മാത്രം കഴിയാതെ അല്പസമയം ഒന്ന് വെക്കേഷനൊക്കെ എടുത്ത് ഒന്ന് ചിരിച്ച് ഒന്ന് സന്തോഷിച്ച് വല്ല സീഷോറിലൊക്കെ ഒന്ന് പോയിരുന്ന് അല്പം ഒന്ന് റിലാക്സ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും പോയി. ഐ എം സോ ഗ്ലാഡ് ടു സീ ദാറ്റ്. നമ്മുടെ ആൾക്കാർ അതിന് സമയം കണ്ടെത്തണം. അല്പം റിലാക്സേഷൻ ഒരു വർഷത്തിൽ 1-2 ആഴ്ചയൊക്കെ വെക്കേഷൻ എടുത്ത് പോകണം. ഐ എം ഫോർ ദാറ്റ്. It is a great thing that people in our church are able to find time to go on vacation, to have some time, so you're able to rejuvenate and in a way that I'm all for that. കഴിഞ്ഞ ആഴ്ച ജീവിതം ഒരു ഓർഡറിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചു. Last week I talked about how you need to bring order in your life, and we talked about in Exodus 40. ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകണം. To have an order in your life. പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകണം. To have an order in your prayer life. വചനധ്യാനത്തിന് ഒരു സമയം കണ്ടെത്തണം, ഒരു ക്രമമായിട്ട് അത് ചെയ്യണം. To find time to read the word in an orderly manner. സുവിശേഷീകരണത്തിന് സമയം കണ്ടെത്തണം. To find time and to find time to spread the gospel. മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നാം സ്കെഡ്യൂൾ ചെയ്ത് സമയം കണ്ടെത്തി അത് ചെയ്യുവാനായിട്ട് ആവോളം ശ്രമിക്കണം. To find time in your life and schedule it to do other things in your life that are very important. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കത്തില്ല. All these things don't happen automatically. അതിന് നാം തന്നെ നമ്മുടെ ജീവിതത്തെ 24 മണിക്കൂർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഏതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ആഡ് ചെയ്യേണ്ടത്, ഏതാണ് പ്രയോറിറ്റി നമ്പർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നാം തന്നെ ഇരുന്ന് ക്രമീകരിച്ച് തീരുമാനിച്ച് കമ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. Only after you're able to reflect on your life and you're able to weed out some of the unnecessary things are you able to find time for the things that you need the most and spend time for that. അപ്പോൾ തന്നെ നമ്മെക്കുറിച്ചുള്ള ലോങ് ടേം പ്ലാൻ എന്താണ്, അതിനനുസരിച്ച് നമ്മുടെ സമയത്തെ നാം ക്രമീകരിക്കണം. To also understand and develop the long-term plan, you need to spend time to dedicate for that. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ രാജ്യത്തുള്ള മിക്കവാറും ചിക്കനും ബീഫും ഒക്കെ കഴിച്ചു തീർക്കാനാ ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നതെന്നാ. Some people might think that our mission in life is to eat all the chicken and beef that are available in this land. അല്ല, ഇത് കഴിഞ്ഞ് അപ്പുറത്ത് അടുത്ത ഒരു ജീവിതമുണ്ട് ദൈവത്തോടൊപ്പം. അതിനുവേണ്ടി ഒരുങ്ങാനുള്ള സമയമാ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. But remember that after this life on earth, there's a life after that, and our goal, our mission that God has assigned us to prepare for that life അവിടെ afterwards. ചെന്ന് നിത്യത അനുഭവിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊപ്പം നമ്മുടെ സമയം കഴിയണമെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിച്ചാലൊക്കത്തില്ല. To spend that time in eternity, we should not spend our time that we have here like the other people of this world.
ഈ വാക്യങ്ങളുടെ പ്രാരംഭത്തിൽ 1 പത്രോസ് 4:1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അനേക കാര്യങ്ങൾ നാം ഈ കാലഘട്ടത്തിൽ ഈ ആയുസ്സിൽ ചെയ്യുവാനായിട്ട് ദൈവാത്മാവ് ഓർപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ക്രിസ്തു ജീവിച്ചതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കണം. Just like Paul says, just like how Christ lived in this world, our goal in life is to live just like that. Come back to this verse. അവിടെ നമ്മൾ 1-2 വാക്യങ്ങളിൽ ക്രിസ്തു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. Just like what we see in verse 1 is, therefore, since Christ suffered in his body, arm yourself also with the same attitude, because who suffers in this body is done with sin. പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവിൻ. As a result, they do not live the rest of their earthly lives for evil human desires, but rather for the will of God. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ, അല്ലെങ്കിൽ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. Since Christ suffered in his body, arm yourself also with the same attitude. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? തനിക്ക് വേണ്ടിയാണോ ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്? Christ suffered in his body. Who did he suffer for? Was it for himself? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് ഫിലിപ്പിയ ലേഖനം 2:9-10 വാക്യങ്ങളിലൊക്കെ 8-9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു, മരണശിക്ഷ ഏറ്റു. അതുകൊണ്ട് ഏറ്റവും അധികം കഷ്ടം അനുഭവിച്ചത് കൊണ്ട് ഏറ്റവും അധികം ഉയർത്തിയെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. Just like we see that Christ suffered in his body, so that in Philippines that we read that because he suffered in his body, he was raised to the most highest. കഷ്ടതയുള്ള നമ്മുടെ മനോഭാവം എന്താ? What is our attitude towards suffering? ക്രിസ്തീയ ജീവിതം പട്ടുമത്തെ ഒന്നുമല്ല, കഷ്ടതയുള്ള ജീവിതമാണ്. Christian life is not a life where you're in a silk mattress, but it is a life of suffering. യേശു കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. Jesus himself said that in this world you have suffering. എന്നാൽ കഷ്ടതയുള്ള നമ്മുടെ മനോഭാവം എന്താ? But what is our attitude towards suffering? അതിനെ ആശ്രയിച്ച ജയവും പരാജയവും. So what the victory and failure is dependent on that attitude. ഏതെങ്കിലും ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്ക് നമ്മൾ ആകെപ്പാട് ദൈവം എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനോട് മനോഭാവം അതാകണമെങ്കിൽ അതിലൂടെയുള്ള നന്മ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയത്തില്ല. അതിലൂടെ ക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് കഴിയത്തില്ല. If in our lives, if we are affected with a small fear and we start blaming God, we won't be able to achieve the glory that God has ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ടതയോ പ്രയാസമോ വേദനയോ വരുമ്പോൾ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് ഓർക്കണം. So when there is any trouble or suffering in your body that happens, you need to remember that Christ suffered as well in his body. ആ കഷ്ടതയിലൂടെ യേശു മഹത്വവും തേജസ്സും പ്രാപിച്ചത് കാണണം. You need to see that after going through that suffering, Jesus was able to achieve the glory. അധികം കഷ്ടം അനുഭവിച്ചുകൊണ്ട് അധികം ഉയർത്തിയത്, സകല നാമത്തിനും മേലായ നാമം നൽകിയത് ഞാനും നിങ്ങളും ഓർക്കണം. We need to remember that because he suffered greatly, he was also raised to the highest and he was able to achieve that glory. അതിലൂടെ കഷ്ടതയിൽ സന്തോഷിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. In the same way, we need to also find happiness in that suffering. യേശു കർത്താവിൻ്റെ കഷ്ടം അഥവാ കഷ്ടത അറിയണം, ഓർക്കണം ഒരു ദൈവ പൈതൽ. In the same way, we need to remember that Jesus suffered and Christ suffered in his body. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കള് ഒന്നാം മാസം പുതുവർഷത്തിൽ ഒന്നാം മാസം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ ഓർത്തു. In last week we talked about how Israelites spent and celebrated the first month and the first day. അതിൽ ഒന്നാമത്തേത് പെസഹ ആചരിക്കുകയായിരുന്നു. And the first thing was to celebrate the Passover. എന്താ പെസഹ? What is നമ്മെ Passover? സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മ, യേശു കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഓർമ്മയാണ് നമുക്ക് എല്ലാ ദിവസവും ഓർക്കുവാനായിട്ടുള്ളത്. For us, Passover is to remember the death of Christ, how Christ died on the Calvary for us. പൗലോസ്ലീഹ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചില്ലെന്നാ. So Paul says that I did not desire to know anything except for Christ crucified. യേശു ക്രൂശിക്കപ്പെട്ടത് മാത്രം അറിഞ്ഞാൽ
അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്കറിയാനായിട്ട് കഴിയും. That we will be able to know the depth of the love that Jesus had for us just knowing how he was യേശു crucified. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് മാത്രം നാം ധ്യാനിച്ചാൽ, അറിഞ്ഞാൽ അവൻ്റെ ആർദ്രതയും അവൻ്റെ കരുണയും നമുക്ക് അറിയുവാനായിട്ട് കഴിയും. If we meditate on the suffering that Jesus had to go through, we will be able to understand the love that he has for us. യേശു കഷ്ടം അനുഭവിച്ചത് ഞാനും നിങ്ങളും അറിഞ്ഞാൽ, ധ്യാനിച്ചാൽ, ഓർത്താൽ അവൻ്റെ മഹിമയും അവൻ്റെ വല്ലഭത്വവും നമുക്ക് അറിയുവാനായിട്ട് കഴിയും. That if you dwell on the suffering that Jesus died, how he died for us on Calvary, we'll be able to understand the love that we have for us and his glory. അതിലൂടെ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് അറിയുവാൻ, ഓർക്കുവാൻ, സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. In the same way, we should be able to brush away the sufferings of this life and move ahead in that Christian life. കഷ്ടം അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കഷ്ടവും വേദനയും ഒക്കെ അറിയാൻ കഴിയത്തുള്ളൂ. Only people who have suffered will be able to relate to other people who are going through suffering. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. The sufferings that we have in life will encourage us to live away from a life of sin. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മെ തന്നെ ഹംബിൾ ചെയ്യുവാൻ ഇടയാക്കുന്നതാ. So the sufferings and the pain are one way that humble us. നമ്മുടെ കർത്താവ് വേദനയും പ്രയാസങ്ങളും ക്രൂശ് മരണവും സഹിച്ചത് വേദന അറിഞ്ഞുകൊണ്ടാ. Jesus suffered the cross by knowing the pain. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവാ നമുക്കുള്ളത്. Except for sin, Christ was just like us, suffered through every little thing that we had, exactly what we had to go through as well. മത്തായി 27:33-34 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. In Matthew 27:33-34, we see that they came to a place called Golgotha, which means the place of the skull. There they offered Jesus wine to drink mixed with gall, but after tasting it, he refused to drink it. ആ കാലഘട്ടത്തിൽ ക്രൂശിൽ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നവർക്ക് വേദന അറിയാതിരിക്കാൻ കൊടുക്കുന്ന ഒരു തരം മയക്കുമരുന്നായിരുന്നു അത്. At that time, it was a type of a drug that was given to people who had to suffer a death on cross. ആ മയക്കുമരുന്ന് കുടിക്കാതിരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. I thank God for that. He did not drink that analgesic. ഒരു പക്ഷെങ്കിൽ അത് കുടിച്ച യേശു കർത്താവിൻ്റെ അവസാന സമയങ്ങളിൽ വേദന അറിയാതെ മരിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ആ വലിയ വേദന, ആ വലിയ ഡീപ്പായിട്ടുള്ള മരണവേദന ഒരു പക്ഷേ നമുക്ക് എൻ്റെ കർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. Maybe if he had taken that painkiller, Jesus would not have been able to understand the suffering that we go through in our time when we are close to death, that he would not have been able to understand. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം വേദന അറിഞ്ഞ് അനുഭവിച്ച എൻ്റെ യേശു അവസാന ജീവൻ എടുത്തത്. I want to remind every one of you that Jesus went through a pain that could be suffered, the maximum pain that could be suffered by any human being before he died. രാവിലെ ദൈവമക്കൾ മനസ്സിലാക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന വേദനയുടെ ആഴം അവന് നന്നായിട്ട് അറിയാം. When we think about that, I need to tell you that the pain that we go through, Jesus is able to understand and relate to it. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും, even if no one else is able to understand. കുടുംബത്തിലും സഭയിലും മറ്റാരും നിന്റെ വേദന അറിഞ്ഞില്ലെങ്കിലും എൻ്റെ കർത്താവിന് നീ കടന്നു പോകുന്ന വേദന നന്നായിട്ട് അറിയാം. You may be someone in your family or maybe in church, they may not be able to understand the pain that you're going through, but understand that Jesus is able to understand and relate to the pain that you're going through. യേശു ആ വേദന അനുഭവിച്ചത് ആർക്കു വേണ്ടിയാ? തനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. Who did Jesus suffer the pain? Jesus suffered the pain not for anyone but for us. 1 പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ 21-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. In 1 Peter itself, we see in chapter 2 that we see that chapter 2 verse 21. In 21 we said, to this you are called because Christ suffered for you, leaving you an example. Christ suffered for you. തനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യേശു കഷ്ടം സഹിച്ചു.
that Christ suffered for you, not just for anyone, but for you. 24-ാം വാക്യത്തിൽ അതേ അധ്യായത്തിൻ്റെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. We see in verse 24 for chapter 2 that he himself bore our sins in his body on the cross so that we might die to sins and live for righteousness. By his wounds you have been healed. നമ്മുടെ പാപം നിമിത്തം യേശു കഷ്ടം അനുഭവിച്ചു. Because of our sins, Jesus suffered. നമുക്ക് പാപശാന്തി തരുവാൻ, രോഗശാന്തി തരുവാൻ, നമ്മെ സമാധാനത്തിലാക്കുവാൻ യേശു കഷ്ടം അനുഭവിച്ചത് നമുക്ക് ഓർക്കാം. To rescue us and to save us from our sinful life and give us peace, Jesus suffered. നമ്മുടെ പാപം നിമിത്തം യേശു കർത്താവ് ഇത്രമാത്രം വേദന അനുഭവിച്ചെങ്കിൽ പാപം വിട്ട് ജീവിക്കുവാൻ അത് നമുക്ക് പ്രേരണ തരികയാണ്. Let us be encouraged that Jesus suffered on the cross and died because for our sins. എൻ്റെ പാപം നിമിത്തം എൻ്റെ കർത്താവിൻ്റെ മനസ്സ് വേദനപ്പെടരുത്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾ പാപം വിട്ടൊഴിഞ്ഞു ജീവിക്കണം. We need to live a life free from sin so that Christ, his mind is not pain from our sins. സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പാപമെന്ന് കേൾക്കുമ്പോൾ നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. And in Psalm 4 verse 4 it says, tremble and do not sin. പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ യേശു പാപനിമിത്തം കഷ്ടം അനുഭവിച്ചത് ഞാൻ നിങ്ങളും ഓർക്കണം. When you're faced with temptations to sin, just remember that Christ died on your cross for your sins. 3-ാം വാക്യത്തിൽ പാപത്തിന്റെ ഒരു പട്ടിക പറഞ്ഞിട്ടുണ്ട്. In പത്രോസിന്റെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം അവിടെ ഒരു ലിസ്റ്റ് കാണുന്നുണ്ട്. In 1 Peter chapter 4 from verse 3 onwards, we see a list of the different number of sins. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 3-ാം വാക്യം 4:3. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് കാലം പോക്കിയത് മതി. 4-ാം വാക്യം 3-ാം വാക്യം ദയവായിട്ട് ഇംഗ്ലീഷിൽ. So in verse 3 we see, for you have spent enough time in the past doing what pagans chose to do, living in debauchery, lust, drunkenness, orgies, carousing, and detestable idolatry. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഇടപെടുന്നുണ്ടോ? Can we ask ourselves, do any of the people that have been saved, do we get involved in any of these things? ഈ കാലഘട്ടത്തിൽ നമ്മൾ അധികം പാപത്തെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. In this time we don't hear a lot about sin. ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ പോലും ഇതൊക്കെ പാപമല്ലാതായിരിക്കുക. Even in our Pentecostal community, these things have become not sin. ഇതൊക്കെ കുറച്ചൊക്കെ ആകാമെന്ന് വരെ ഇന്ന് വന്ന് പറഞ്ഞു വെച്ചിരിക്കുക. People have started to think that some of these things are permissible. ദൈവവചനത്തിന് മാറ്റം വരുന്നില്ല. But the word of God does not change. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനുവേണ്ടി ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അവരോട് നോ പറയുവാൻ ഒരു ദൈവപൈതലിന് കഴിയണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. When maybe some friends are tempting you to go to do these things, we must have the ability to say no, otherwise we are not saved. ഈ അധ്യായത്തിൽ തന്നെ അങ്ങനെയുള്ളവര് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. Same thing, sometimes they might not like it. അവിടെയാ നമ്മൾ ചോദിക്കേണ്ടത്, ഞാൻ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്, ഫ്രണ്ട്സിനെയാണോ കൂട്ടുകാരെയാണോ ഞാൻ നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം വരുന്നത്. That is when we ask ourselves, are we trying to please them or are we trying to please Jesus? 1-ാം സങ്കീർത്തനത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. So in Psalm 1 we read that blessed is the one who does not walk in the step with the wicked or stand in the way that sinners take or sit in the company of the mockers, but whose delight is in the law of the Lord and who meditates on his law day and night. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ വചനം ധ്യാനിക്കണം, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. In the same way that a believer or a person who is saved should be able to say no to these things and live a life
life that is worthy of God? എന്തുകൊണ്ട് പാപം വിട്ട് ജീവിക്കണം? Why do we live? Why do you need to live a life that is away from sin? എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം? കാരണം ഒരു ജഡ്ജ്മെന്റ് ഡേ വരുന്നു. 5-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. Why do we need to give a life that is away from sin? Why do you need to give priority for that? Because you need to remember that a judgment day is coming. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, അത് പറയുമ്പോൾ പൗലോസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗലോസ് പറയുക, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. So we need to understand that, just like how he was saying that Paul is saying that whatever we do, at the end of the day we need to appear in front of the throne of God. 7-ാം വാക്യത്തിൽ പിന്നെയും ഓർപ്പിക്കുന്നത് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. In verse 7 we read 1 Peter chapter 4, the end of all things is near, therefore be alert and of sober mind that you may pray. ഇനിയുള്ള കാലഘട്ടം എങ്ങനെ ജീവിക്കണം? പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. How do you live the rest of your life? To live a life that is free of sin. സുബോധത്തോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. To be conscious, to be sober and live a life of prayer. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം. To live a life just like how Christ lived. ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്, പാപനിമിത്തം കഷ്ടം അനുഭവിച്ചത് ഓർത്ത് ജീവിക്കണം. To live a life that is like Christ, to remember how Christ lived that life. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? What does it mean to be of a sober mind when you pray? പ്രാർത്ഥനയിൽ നമ്മുടേതായ ഓർമ്മ ചിന്തകൾ ഇങ്ങനെ പതറി നടക്കുക. അല്പസമയം ഒന്ന് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് കഴിയാറില്ല. Even when we pray, we realize that a lot of other thoughts start crowding our mind, that we're not able to focus when we pray. അബ്രഹാമിന്റെ ആരാധനയിൽ റാഞ്ചം പക്ഷി പറഞ്ഞതുപോലെയാ പലപ്പോഴും ചിറകടിച്ച് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോഴൊക്കെ എന്തെല്ലാം ശബ്ദമാ ചിറകടി നമ്മൾ കേൾക്കുന്നത്. So it's the same way like how Abraham is distracted by the bird. In our life, when we start praying, all these things start flying into our minds. How we're distracted. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, പ്രാർത്ഥനാ ജീവിതത്തിൽ പതറിയാൽ സകലത്തിലും നാം പതറും. So one thing I want to remind you, that if you're not able to pray with the sober mind, that you will not be able to even be straight in the other parts of the life. അപ്പോൾ തന്നെ നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും സുബോധത്തോടെയാണെങ്കിൽ സുബോധത്തോടെ ഒരു ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. So if you're able to pray with a sober mind, you will be able to be and lead a Christian life with a sober mind. 8-ാം വാക്യത്തിൽ എങ്ങനെ ജീവിക്കണം? സുബോധത്തോടെ ജീവിക്കണം. In verse 8 we see that we need to live a life of a sober mind. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. Above all, love each other deeply, because love covers a multitude of sins. കൂട്ടു സഹോദരങ്ങളെ തമ്മിൽ സ്നേഹിക്കുവാൻ, നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നമുക്ക് സ്നേഹിക്കുവാൻ, അഴിഞ്ഞ് സ്നേഹിക്കുവാൻ, ഉറ്റ സ്നേഹത്തിൽ കഴിയുവാൻ തുറന്ന് നമ്മെ സഹായിക്കട്ടെ. Let us help ourselves so that we will be able to love each other, to love the person who's sitting next to us very deeply. 9-ാം വാക്യം ഞാൻ വേഗം കൺക്ലൂഡ് ചെയ്യുക. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം നടത്തുവിൻ. In verse 9 it says, offer hospitality to one another without grumbling. ചെയ്യുമെങ്കിലും പിറുപിറുത്തോടെ ചെയ്യുക. അത് വേണ്ട, ചെയ്യുന്നെങ്കിൽ സന്തോഷത്തോടെ ചെയ്യണം. Whatever we do, offer hospitality without grumbling. വൺസിനെ വയലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും നമ്മുടെ സഭാവിശ്വാസികളെയും ഒക്കെ ഒന്ന് വിളിച്ച് ഒരു ഫുഡ് കൊടുക്കുന്നത് വളരെ അനുഗ്രഹമാണ്. It is a blessing. So once in a while to have some people over and give them some food. കിട്ടിയതെല്ലാം എനിക്കും മക്കൾക്കും ഒന്ന് പറയാതെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ നമ്മുടെ തുറന്നുള്ള കാലത്ത് നമുക്ക് കഴിയട്ടെ. Let us all be able to live our life in a way that to share some of our things with other people and not be selfish. നമ്മുടെ നന്മകളൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ട് നമ്മളൊക്കെ ചരതിച്ച് വെക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു തീ കൊണ്ടെല്ലാം പോയി. ബില്യനെയറും ഡോളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഒരായുസ് മുഴുവൻ ഉണ്ടാക്കിയതെല്ലാം നിമിഷം കൊണ്ട് കത്തിപ്പോയില്ലേ. ഇതൊക്കെ അതിനുവേണ്ടി ശേഷിച്ചിരിക്കുക, തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാ. ഇപ്പം നമുക്കുള്ള സമയം, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കൂടൊക്കെ ഒന്ന് സഹായമാകുമാറ് നമുക്ക് ചെലവാക്കുവാൻ, ചിലവിടുവാൻ ഇനിയുള്ള കാലം കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. When we look at the things around us, we see that some people who were saved their entire life for some things, that they're burned away in an instant. Just like that, everything in this world is all kept
for to be burned away, just like that, so that we may be able to understand, to share some of the things that we have with other people and live a life that is worthy for എന്നുള്ള Christ. കാര്യങ്ങൾ ദൈവം വെച്ച് അടുത്ത ആഴ്ച ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഈ മെസ്സേജ് തന്നെ നമുക്ക് ദൈവസനിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡേവിഡ് will come forward and conclude the service.